ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മക്കറോണി വെച്ചിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മക്കറോണി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിയരുത്, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ ഒന്ന് ഓണാക്കി ഓഫ് ചെയ്യുക, അങ്ങനെ ആക്കി എടുത്താൽ മതി. നല്ലോണം പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഏകദേശം നമ്മുടെ അടയുടെ ഒക്കെ പരിവല്ലേ ആ ഒരു സൈസിലാണ് നമ്മളിതിന് പൊടിച്ചത്. ഇങ്ങനെ ഒരു ലെവലിലാണ് പൊടിച്ചെടുക്കേണ്ടത്. പൊടിച്ച മക്രോണിന്ന് കഴിയുന്നതിന് ശേഷം ഞാനത് വേവിക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക്. അതിലേക്ക് ഞാൻ ഈ മക്രോണി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയുള്ളൂ, കാരണം നമ്മൾ പൊടിച്ചിട്ടല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സെയിം നമ്മുടെ പാലടയുടെ ടേസ്റ്റിലാണ്. ഇത് മക്രോണി കൊണ്ടാണ് ഉണ്ടാക്കിയുള്ളതെന്ന് അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പാലടയാണെന്ന് വിചാരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ വെന്തതിന് ശേഷം നമ്മളൊരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാണ്. പിന്നെ നമ്മൾ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ കാരമലൈസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് പതുക്കെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവണ സമയത്ത് നമുക്കിതിലേക്ക് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാരമലൈസ് ചെയ്ത് കിടക്കുന്ന പഞ്ചസാരയിലേക്ക് നമ്മൾ തണുത്തിട്ടുള്ള വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മളെ മേലേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടുള്ള പാൽ വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഫയർ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഇളക്കി കൊടുത്തിട്ടില്ല വെച്ചെങ്കിൽ ഇത് കരിയും. അപ്പോൾ നമുക്കൊരു കയ്പ്പ് രസമായിരിക്കും നമ്മുടെ പായസത്തിന്. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം നന്നായിട്ട് ഇത് കാരമലൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറേ നമുക്ക് വേണ്ടോ. ഇനി കളർ കൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കരിയത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെയിം നമ്മുടെ പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരമലൈസ് ചെയ്തുള്ളത്. ഇനി അത് കാരമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ പാല് തിളപ്പിക്കാൻ വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കുക. അങ്ങനെയുള്ള സംഭവം ചെയ്താൽ മതി. കാരമലൈസിങ് ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളറ്, ഇപ്പോൾ ക്യാമറയിൽ അത്രയും കളറ് വരുന്നില്ല, കറക്റ്റ് നല്ലൊരു ബ്രൗൺ കളർ, ഒരു റെഡ് കളർ അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മുടെ പാലടയുടെ കളറില്ലേ, ആ ഒരു കളറിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ പായസം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു 2 തവി ഒഴിച്ചു കൊടുത്തിട്ട് ആ പഞ്ചസാര നമ്മൾ പാലൊഴിച്ചു കഴിഞ്ഞാൽ ആ കാരമലൈസായ പഞ്ചസാര അത് കട്ടയായിട്ട് പിടിക്കും. അത് കുഴപ്പമില്ല, അത് വീണ്ടും ചൂടായി കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ പാലൊഴിച്ചു കൊടുത്ത് പാല് നല്ലോണം തള വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ മക്രോണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം, നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണല്ലോ ഇത്, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടില്ല. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പായസവും അങ്ങനെയാണല്ലോ, നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാലും മാക്രോണിയും കൂടെ നന്നായി ഒന്ന് തിളക്കട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടി കൂടുതലായിട്ട് വരുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു 5-6 ഏലക്ക ചതച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തേക്കാണ്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ഒന്ന് മെൽറ്റാവണ വരെ നമുക്ക് വീണ്ടും ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ എല്ലാവരും ചേർക്കാറുള്ളത് തന്നെയാണ് പായസങ്ങളിലേക്ക്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ്. അപ്പോൾ അത്രയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും
മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആ പഞ്ചസാര മെൽറ്റായിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യില്ല, ആ സമയത്ത് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാക്രോണി പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പാലട പായസം ഇല്ല എങ്കിലും നമ്മൾ പാലട പോലെ തന്നെ കഴിക്കുമ്പോൾ നമുക്കിത് മാക്രോണി ആണെന്നൊന്നും മനസ്സിലാവില്ല. ഉണ്ടാക്കുമ്പോൾ മാത്രം ഉണ്ടാക്കിയവർക്ക് അറിയാമല്ലോ ഇത് മാക്രോണി ആണെന്നുള്ളത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഇതിന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇത് എന്തിനാപ്പോൾ ഈ പാത്രം യൂസ് ആവാന്ന് അറിയില്ല, ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ വേറെ കറിയൊന്നും സെർവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പതിവ് പോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.